ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരു സംഖ്യയുടെ ഗുണനപ്പട്ടിക പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സി പ്രോഗ്രാമാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 എന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5ൻ്റെ ഗുണനപ്പട്ടിക, അതായത് 5 × 1 5, 5 × 2 10, അങ്ങനെ 5 × 10 50 വരെയുള്ള ഗുണനപ്പട്ടിക നമുക്ക് ലഭിക്കണം, പ്രിൻ്റായി ലഭിക്കണം. സോ അതിനുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യമായി ഒരു ഇൻറ്റ് n എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു നമ്മുടെ നമ്പർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി. ശേഷം ഞാൻ പ്രിൻ്റ് ഓഫ് ഉപയോഗിച്ച് നമ്മളോട് മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു, എൻ്റർ എ എൻ നമ്പർ. ശേഷം ഞാനത് സ്കാൻഫ് ഉപയോഗിച്ച് നമ്മുടെ എന്നിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മുടെ ഏത് സംഖ്യയുടെ ഗുണനപ്പട്ടികയാണോ കാണേണ്ടത് ആ സംഖ്യ നമ്മളിപ്പോൾ എന്നിലോട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. സോ ഇത് നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഇത് വളരെ ഈസിയായി പ്രിൻറ്റ് ചെയ്യാം. ഫോർ ലൂപ്പിൽ നമ്മൾ ഇൻറ്റ് ഐ എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ 1 എന്ന് സെറ്റ് ചെയ്യുന്നു. സോ ഈ ഐ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 5 × 1 5, 5 × 2 10, ആ 1 2 3 മുതൽ 10 വരെയുള്ള ആ ഒരു സംഖ്യയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഐ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഐ ഒരു 10 വരെയാണ് വേണ്ടത്, ഐ <= 10. ശേഷം നമ്മുടെ ഇൻക്രിമെൻ്റ് ഫംഗ്ഷൻ നമ്മൾ ഫോർ ലൂപ്പിൽ പഠിച്ച i++. ഇനി നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത് പ്രിൻ്റ് ഓഫ്. നമുക്ക് ഗുണനപ്പട്ടിക വരുന്ന രീതിയിൽ തന്നെ നമുക്കിത് പ്രിൻ്റ് ചെയ്യണം, അതായത് 5 × 1 5 അങ്ങനത്തെ രീതിയിലാണ് വരേണ്ടത്. നമുക്ക് 5 × 2 10 അതേ രീതിയിൽ നമുക്ക് വരണം. സോ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ %t, ശേഷം ഈ ഇൻറ്റു സിഗ്നേച്ചർ, ശേഷം ഈ %d, ശേഷം =% %d. ആദ്യത്തെ പെർസെൻറ്റേജ് നമ്മുടെ സപ്പോസ് നമ്മുടെ നമ്പർ 5 ആണെങ്കിൽ 5 പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ളത്, രണ്ടാമത് നമ്മുടെ ഐ പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ളത്, അതായത് 5 × 1 എന്ന് പറയുന്ന ആ 1 മുതൽ 10 വരെയുള്ളത് പ്രിൻറ്റ് ചെയ്യുന്നത്, മൂന്നാമത് നമ്മുടെ റിസൾട്ട്, അതായത് 5 × 1 5 എന്ന് പറയുന്ന റിസൾട്ട്. സോ നമുക്ക് അതിൻ്റെ വേരിയബിൾ കൊടുക്കാം. ആദ്യത്തേത് n, രണ്ടാമത്തേത് i, മൂന്നാമത്തേത് n × i. സോ നമ്മളിവിടെ ഒരു /n കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് ഭംഗിയായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇവിടെയും ഒരു /n കൊടുക്കാം. സോ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഭംഗിയായി ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യമായി 5 എന്ന നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് കാണാൻ പോകുന്നത്. സോ എൻ്റർ ചെയ്യുന്നു. സോ നിങ്ങൾക്കിവിടെ കാണാം 5 × 1 5, 5 × 2 10, 5 × 3 15, അതുപോലെ 5 × 10 വരെ നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഒന്നുകൂടി റൺ ചെയ്ത് മറ്റൊരു നമ്പർ എൻ്റർ ചെയ്യുന്നു. ഞാൻ 8 എൻ്റർ ചെയ്യുന്നു. സോ അപ്പോൾ നമുക്ക് 8ൻ്റെ ഗുണനപ്പട്ടിക ഇവിടെ ലഭിക്കുന്നതായിരിക്കും.